നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചെറുത്തുനിൽപ്പുകളുടെയും പോരാട്ടങ്ങളുടെയും വീഥികൾ നീന്തിയാണ് തമിഴ്നാട്ടിലെ ദ്രാവിഡ മക്കൾ ഇന്നത്തെ നിലയിലെത്തിയതെന്ന മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ പ്രസ്താവന തമിഴ്നാട്ടിൽ വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് തടുക്കാനാവില്ലെന്ന ഇഡിയുടെ റെയ്ഡുകളെയും അറസ്റ്റിനെയും നോക്കി സ്റ്റാലിൻ പറഞ്ഞത് വെറും വാക്കല്ല. കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന്റെ തുടർച്ചയായാണ് സ്റ്റാലിൻ ആഞ്ഞടിച്ചത്. ചെന്നൈയിലെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് സൈന്യത്തെ ഇറക്കിവിട്ടതുപോലെ ഇഡിയുടെ അടുത്ത ലക്ഷ്യം കേരളമാണെന്ന് വ്യക്തമാണ്. എന്നാൽ കർണാടകയിൽ പരമാവധി പ്രതിപക്ഷ നേതാക്കളെ ഇഡി കേസിൽ പെടുത്തിയിട്ടിരിക്കുന്നതിനാൽ സിദ്ധരാമയ്യ സർക്കാരിനെ തൽക്കാലം പിടികൂടിയിട്ടില്ല. തമിഴ്നാട്ടിലെ പഴയ കേസുകെട്ടുകളെല്ലാം പൊക്കിക്കൊണ്ടാണ് ഇഡി വിളയാടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള കേസുകൾ ഇഡിക്ക് മുന്നിലുണ്ട്. ഇപ്പോഴിതാ കണ്ണൂരിലെ CPM നേതാക്കൾ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലുമായി. ആസൂത്രിതമായി കള്ളപ്പണം വെളുപ്പിക്കലിന് CPM നേതാക്കൾ തന്നെ പെട്ടിക്കടകൾ തുറന്ന് പ്രവർത്തിച്ചിരുന്നുവെന്നത് കണ്ടെത്തിയതോടെ ഇഡി കരുതലോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. സാമ്പത്തികമായി പെട്ടെന്ന് വളർച്ചയുണ്ടായിട്ടുള്ള നേതാക്കളെ ലക്ഷ്യം വെക്കുന്നുമുണ്ട്. നേതാക്കളോടൊപ്പം ചെങ്ങാത്തം കൂടുന്നതും രാത്രികാല പാർട്ടികൾ നടത്തുന്നവരുടെയും സാമ്പത്തിക വളർച്ച അമ്പരപ്പിക്കുന്നതാണെന്നാണ് ഇഡി കണ്ടെത്തിയിട്ടുള്ളത്. വിദേശയാത്ര കഴിഞ്ഞെത്തുന്ന പിണറായി വിജയനെയും സംഘത്തെയും കാത്തിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകൾ തന്നെയാണ്. സിദ്ധരാമയ്യ സർക്കാർ കഴിഞ്ഞ BJP സർക്കാർ കൊണ്ടുവന്ന നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം റദ്ദാക്കിയതിന് പിന്നാലെ കർണാടക സ്കൂളുകളിൽ RSS സ്ഥാപകൻ കേശവ് ബലിറാം ഹെഡ്ഗേവാറിനെ കുറിച്ചുള്ള അധ്യായങ്ങളും ഒഴിവാക്കി. പകരം സാവിത്രിബായി ഫൂലെ, ചക്രവർത്തി സുലൈബേലെ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തുകൾ, BR അംബേദ്കറെ കുറിച്ചുള്ള കവിതകൾ എന്നിവ പാഠപുസ്തകങ്ങളിൽ കൂട്ടിച്ചേർക്കുന്നതിനും തീരുമാനമെടുത്തു. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നത് നിർബന്ധമാക്കി. കർണാടക വിദ്യാഭ്യാസ മന്ത്രി മധു ബംഗാരപ്പയാണ് ഈ പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം മുൻ BJP സർക്കാർ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയോ ഞങ്ങൾ അവയെല്ലാം തിരികെ കൊണ്ടുവന്നു, അത്രമാത്രം മന്ത്രി പറഞ്ഞു. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ കന്നഡ, സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകങ്ങളിലാകും ഈ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തുക. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായക തീരുമാനം. ഈ അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങളുടെ വിതരണം പൂർത്തിയായതിനാൽ കൂട്ടിച്ചേർക്കാവുന്ന അധ്യായങ്ങൾ അനുബന്ധ പാഠങ്ങളായി പഠിപ്പിക്കും. ഏകദേശം 10 മുതൽ 12 ലക്ഷം രൂപ വരെ ചെലവഴിച്ചാണ് പാഠപുസ്തക പരിഷ്കരണം നടത്തുന്നത് എന്നും 10 ദിവസത്തിനകം അനുബന്ധ പാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP സർക്കാർ നടപ്പാക്കിയ വിവാദ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമവും കോൺഗ്രസ് സർക്കാർ റദ്ദാക്കിയിരുന്നു. നിർബന്ധിച്ച മതം മാറ്റിക്കുന്നവർക്ക് 3 മുതൽ 10 വർഷം വരെ തടവും ലക്ഷം രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണിത്. തമിഴ്നാട്ടിൽ മന്ത്രിയുടെ അറസ്റ്റും തുടർന്നുണ്ടായ സംഭവങ്ങളും സർക്കാർ ഗവർണർ തുറന്ന പോരിന് വഴിയിട്ട പശ്ചാത്തലത്തിലാണ് സ്റ്റാലിൻ കേന്ദ്രത്തിനെതിരെ വെല്ലുവിളിയുമായി രംഗത്തെത്തിയത്. അറസ്റ്റിലായ മന്ത്രി സെന്തിൽ V. ബാലാജിയുടെ ക്യാബിനറ്റ് വകുപ്പുകൾ കൈമാറണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി M.K. സ്റ്റാലിന് നൽകിയ ശുപാർശ ഗവർണർ R.N. രവി തള്ളിയതാണ് പുതിയ പോരിന് കാരണം. സെന്തിൽ ബാലാജിയുടെ വകുപ്പുകൾ ധനമന്ത്രി തങ്കം തെന്നരസുവിനും ഭവന നിർമ്മാണ മന്ത്രി S. മുത്തുസ്വാമിക്കുമായി വീതിച്ചു നൽകണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. സെന്തിൽ ചികിത്സയിലായതിനാൽ വകുപ്പ് കൈമാറണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. എന്നാൽ അനാരോഗ്യം മതിയായ കാരണമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വകുപ്പ് മാറ്റം അംഗീകരിക്കാൻ ഗവർണർ തയ്യാറാകാതിരുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇതിനെതിരെ സർക്കാർ രംഗത്തെത്തി. ഗവർണർ BJP ഏജന്റിനെ പോലെ പെരുമാറുകയാണെന്ന് മന്ത്രി K. പൊന്മുടി ആരോപിച്ചു. വകുപ്പ് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ അവകാശമാണ്. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും പൊന്മുടി പറഞ്ഞു. അതേസമയം മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ കാവേരി ആശുപത്രിയിലേക്ക് മാറ്റി. ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ ചികിത്സ നേടാനാണ് അനുമതി നൽകിയത്. മദ്രാസ് ഹൈക്കോടതിയിൽ മന്ത്രിയുടെ ഭാര്യ മേഖല നൽകിയ ഹർജിയിലാണ് വിധി.
ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഇഡിയോട് മറുപടി ആവശ്യപ്പെട്ടു. എയിംസിൽ നിന്നുള്ള വൈദ്യസംഘം പരിശോധന നടത്തിയ ശേഷമേ ആശുപത്രി മാറ്റാനാവൂ എന്ന ഇഡിയുടെ ആവശ്യം കോടതി തള്ളി. നിലവിൽ 3 ഹൃദയധമനികളിൽ തടസ്സം സ്ഥിരീകരിച്ചതിനാൽ അടിയന്തര ബൈപ്പാസ് ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ കാവേരി ആശുപത്രിയിലേക്ക് മാറ്റിയത്. ജയലളിതയുടെ അണ്ണാ DMK സർക്കാരിൽ മന്ത്രിയായിരിക്കെ ഗതാഗത വകുപ്പിലെ ജോലികൾക്ക് കോഴ വാങ്ങിയെന്നാണ് ബാലാജിക്ക് എതിരായ കേസ്. പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ അടിച്ചു വൃത്തിയാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളുടെ ഭാഗമായാണ് മന്ത്രിയുടെ അറസ്റ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ തമിഴ്നാട്ടിലേക്കാൾ ഗൗരവമുള്ള വിഷയങ്ങളാണ് കേരളത്തിൽ ഇഡിയുടെ പക്കലുള്ളത്. സ്വർണ്ണക്കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ, ഡോളർ കടത്ത് തുടങ്ങിയ കേസുകളിൽ മുഖ്യ പ്രതികളിൽ മാത്രം ഒതുങ്ങി നിന്നാണ് ഇഡി ഇപ്പോൾ കളിക്കുന്നത്. എന്നാൽ 10 വർഷത്തിനു ശേഷം സെന്തിൽ ബാലാജിയെ പൊക്കിയെടുത്ത ഇഡി കേരളത്തിലും അത്തരമൊരു നാടകം ആവർത്തിക്കാനായി കാത്തിരിക്കുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. എന്തായാലും കേരളത്തിലും രാഷ്ട്രീയ നേതാക്കൾ കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ടവരെല്ലാം ഇഡിയുടെ നിരീക്ഷണത്തിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം തുടങ്ങി 3 വെന്നിക്കൊടി പാറിക്കാൻ BJP ഏതറ്റം വരെയും പോകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട.